ഒരിക്കൽ കൂടി ഈ പരിശുദ്ധമായ അൾത്താരയിൽ കയറി എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന ദേവിമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് പ്രിയ. ഞാൻ പാലായിൽ നിന്നും വരുന്നു. ഞാനൊരു സ്കൂളിലൊരു ടീച്ചറാണ്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. 2021 ഞാനൊന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. 2022 എനിക്ക് വേറൊരു സ്കൂളിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ 2022 ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും അപ്പോയിൻമെൻറ്റുകൾ ഡെയിലി ആയിട്ട് മാത്രമായിരുന്നു പാസ്സാക്കിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഞങ്ങൾ ടീച്ചേഴ്സ് വളരെയധികം മാനസികമായും സാമ്പത്തികമായിട്ടും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാലും 16 പ്രാവശ്യം ഞാൻ ഈ ഉടമ്പടി വളരെ കൃത്യമായി എന്നാൽ കഴിയുന്നത് പോലെ കറക്റ്റായിട്ട് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ലാസ്റ്റ് 5/3/2026 16ാമത്തെ ഉടമ്പടി വന്ന് ഞാൻ പുതുക്കുകയുണ്ടായി. അന്ന് വളരെ കണ്ണീരോടെ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്: അടുത്ത ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ അമ്മേ, എന്നെ ഈ അൾത്താരയിൽ കയറ്റി നിർത്താൻ നീ സഹായിക്കണമേ എന്ന്. അങ്ങനെ ഉടമ്പടി പുതുക്കി പോയതിന് ശേഷം ഈ ഏപ്രിൽ 20 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി: നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയം നിങ്ങൾ മാതാവിനെ സമർപ്പിക്കുക. അടുത്ത 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കതിൽ ഫലം കാണുമെന്ന്. അപ്പോൾ എനിക്ക് മാതാവ് ഇടയ്ക്കിടയ്ക്ക് 7 എന്നൊരു നമ്പർ കാണിച്ചു തരുമായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പലരോടും ചോദിച്ചു. പക്ഷേ ആ 7 എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായി. അന്ന് മുതൽ ഞാൻ കുറച്ചും കൂടെ തീക്ഷ്ണമായിട്ട് കൂടുതൽ ബൈബിൾ വായനയിലൂടെയും കൂടുതൽ ഈശോയെ സ്നേഹിക്കാനും ഒക്കെ കുറച്ചും കൂടെ എനിക്ക് തീക്ഷ്ണത എനിക്കുണ്ടായി. 20-ാം തീയതിയാണ് ഞാൻ ഈ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടുന്നത്. 21-ാം തീയതി ഞാൻ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത്, അന്ന് ഉടമ്പടി ധ്യാനം 11:30 11:26 ഒക്കെ ആയപ്പോഴേക്കും എന്നെ പാലാ കോപ്പറേറ്ററിൽ നിന്ന് വിളിച്ചു. ടീച്ചർ ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ചില പേപ്പറുകളൊക്കെ ഒപ്പിടാനുണ്ടായിരുന്നു. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. കറക്റ്റ് 7 ദിവസം ആയത് ഇന്നലെയായിരുന്നു. ഇന്നലെ എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സായി. എൻ്റെ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടി. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നാം. പക്ഷേ ഞങ്ങൾ ടീച്ചേഴ്സ് അനുഭവിക്കുന്നൊരു സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്, അത് ടീച്ചർമാരായിട്ടിരിക്കുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. എനിക്ക് പാലാ കോപ്പറേറ്റീവിലൊരു 160ഓളം സ്കൂളുകളുണ്ട്. ആ സ്കൂളിൽ ഏറ്റവും ആദ്യം പാസ്സായത് എൻ്റെ ആയിരുന്നു. അതിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഇനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഭവനം ഒരു 5 വർഷത്തോളമായിട്ടും ഭവനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്താൽ ഭവന നിർമ്മാണം പൂർത്തിയായി. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു.